ഹായ്, വെൽക്കം ടു മെന്റർ മൈൻഡ്സ്. നമുക്കിന്ന് ക്ലാസ് 9 ഫോഴ്സസ് ആൻഡ് ലോസ് ഓഫ് മോഷൻ ഈ ഒരു ചാപ്റ്റർ പഠിക്കാം. ആഹ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പറഞ്ഞു തരാം, അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുകൊണ്ട് നമുക്ക് എല്ലാം തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് വേഗം 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 തന്നെ നല്ല റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു പോവാം. പിന്നെ ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വേർഡ് പ്രോബ്ലംസ്. അത് നമുക്ക് ഇനി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഹാഫ് ഇയർലി എക്സാംസ് ഒക്കെ ഇനി അടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചാപ്റ്ററിലോട്ട് കടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ചാപ്റ്റർ 9, ഫോഴ്സസ് ആൻഡ് ലോസ് ഓഫ് മോഷൻ. ഓക്കെ, നമുക്കറിയാല്ലേ, മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരു മോഷനിലാണെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലേ? അപ്പൊ അത് യൂണിഫോം ഉണ്ട്, നോൺ യൂണിഫോം ഉണ്ട്. ഇത് നമ്മൾ ഇതിന് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഓ, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? യൂണിഫോം ആയിരിക്കും, അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു ഹൈവേയിലൂടെ ഒരു കാറ് പോവുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഹൈവേ ആണെങ്കിൽ നമുക്കിപ്പോൾ 60 km/h എന്ന് പറഞ്ഞൊരു സ്പീഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ പറ്റും. കറക്റ്റ് പെർ അവർ 60 വെച്ചിട്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. പക്ഷെ ഇതായിരിക്കില്ല ഒരു ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റോട്ടിലാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു കാറ് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന സ്പീഡ് ഇത്ര മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ഇന്റർവെൽസ് ഓഫ് ടൈമിൽ പോകാൻ പറ്റില്ല. അത് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അത് നോൺ യൂണിഫോം മോഷൻ ആയിരിക്കും. ഇത് ജസ്റ്റ് പറയാണ്, മോഷൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുഷോ ഒരു ഹിറ്റോ ഒരു പുള്ളോ എന്തോ ആവാം. ഇറ്റ് ക്യാൻ ബി എ പുഷ്, ഹിറ്റ് ഓർ പുൾ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അല്ലേ? ഇവിടെ ഒരു ബോയ് എന്താണ്, ഹീസ് ആക്ച്വലി പുഷിങ് പുഷിങ് ദിസ് ട്രോളി. ഓക്കെ, സോ ദി ട്രോളി മൂവ്സ് അലോങ് ദി ഡയറക്ഷൻ വി പുഷ് ഇറ്റ്. നെക്സ്റ്റ് വൺ, ഈ ഡ്രോ നമ്മൾ ഇങ്ങനെ വലിക്കുകയാണ്, അല്ലെ? അപ്പൊ ഇറ്റ്സ് ആക്ച്വലി പുള്ളിങ്. Next one is this girl, right? She's actually hitting this ball forward, right? So this push, pull or hit, these actions അല്ലെ, ഇതെല്ലാം ആക്ച്വലി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് നമ്മളൊരു ബോഡിയിൽ. അപ്പൊ എ ഫോഴ്സ് ക്യാൻ ബി യൂസ് ടു ചേഞ്ച് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട്, ദാറ്റ് ഇസ് ടു മേക്ക് ദ ഒബ്ജക്ട് മൂവ് ഫാസ്റ്റർ ഓർ സ്ലോവർ ഓർ ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. ഒന്നല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ഫാസ്റ്റർ ആക്കാനോ അല്ലെങ്കിൽ സ്ലോവർ ആക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റും. ഓക്കെ, അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യിക്കാനും നമുക്ക് പറ്റും. സോ ഇവിടെ നമ്മളൊരു ഇതൊരു സ്പ്രിങ് കാണിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. സ്പ്രിങ് നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് സ്ട്രെച്ച് ചെയ്യാണ്. നമ്മൾ രണ്ട് സൈഡിലോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ് എന്ത് പറ്റും, ഈ സ്പ്രിങ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? നെക്സ്റ്റ് കേസിൽ ഒരു സ്ഫെറിക്കൽ റബ്ബർ ബോൾ എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, അല്ലേ? ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ ഇറ്റ് ഗെറ്റ്സ് ഒബ്ലോങ് ആസ് വി അപ്ലൈ ഫോഴ്സ് ഓൺ ഇറ്റ്. അതിന്റെ ഷേപ്പ് ചേഞ്ച് ആവുന്നുണ്ട്. ഇതൊക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആ ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ കേസ് വിത്ത് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്, അല്ലേ? ഒരു ഫോഴ്സ് എപ്പോഴാണ് ബാലൻസ്ഡ് എന്ന് പറയാ? ബാലൻസ്ഡ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം, നമ്മളൊരു ബ്ലോക്ക്, ഒരു വുഡൻ ബ്ലോക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലേ? എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും നമ്മൾ രണ്ട് സൈഡ് പിടിച്ചിട്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. ഇഫ് ദീസ് ടു ഫോഴ്സസ്, നമ്മൾ ഈ വലിക്കുന്ന രണ്ട് ഫോഴ്സ് 10 ന്യൂട്ടണും 10 ന്യൂട്ടണും ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും 10 ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ നമ്മൾ വലിക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഈക്വലായിട്ട് വലിക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? ഇല്ല, അല്ലേ? ഒബ്ജക്റ്റ് ഇറ്റ് റിമെയിൻസ് അറ്റ് റെസ്റ്റ് എന്ന് പറയാം. ആക്ച്വലി ആ ഒബ്ജക്റ്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒബ്ജക്റ്റിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അത് റിമെയിൻസ് അറ്റ് റെസ്റ്റ് തന്നെയാണ്, അല്ലേ? ഈക്വൽ ഫോഴ്സ് ആണ് രണ്ട് സൈഡിൽ നിന്നും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ബാലൻസ് ഫോഴ്സ് ആണ്. നെക്സ്റ്റ് ഇസ് ദ കേസ് വിത്ത് അൺബാലൻസ് ഫോഴ്സസ്. അതായത്
ഒരു സൈഡിൽ ഇപ്പൊ 10 ന്യൂട്ടൺ തന്നെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നമ്മള്, മറ്റേ സൈഡിൽ നമ്മൾ ഒരു 20 ന്യൂട്ടൺ ആണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഗ്രേറ്റർ ഫോഴ്സ് ഏത് സൈഡിലാണോ ആ സൈഡിലോട്ടായിരിക്കും ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടാവുന്ന. ഓക്കെ, റൈറ്റ്. സോ അങ്ങനത്തെ ഒരു കണ്ടീഷൻ, ഫോഴ്സ് അൺഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ അൺബാലൻസ് ഫോഴ്സ് എന്ന് പറയാം. സോ ഇവിടെ നമുക്ക് കാണാം അല്ലെ, ഇവിടെ ആദ്യം ഒരു ബോക്സ് രണ്ടുപേരും കൂടി പുഷ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഫോഴ്സിന്റെ അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ വേണം ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ അല്ലേ. പക്ഷെ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ്, വെൻ ആൻ ഒബ്ജക്റ്റ് മൂവ്സ് ഓർ ട്രൈസ് ടു മൂവ് ഓവർ എ സർഫസ് വിച്ച് ഫോഴ്സ് വിൽ ആക്ട്? ഓഫ് കോഴ്സ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഗ്രൗണ്ട് ലെവലിൽ ആക്ട് ചെയ്യുന്ന ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ അല്ലെ. ഇവിടെ താഴ്ത്തുനിന്ന് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. സെക്കൻഡിൽ നമ്മൾ ഒന്നുകൂടി പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ സെക്കൻഡ് കേസിലും എന്താണ്, അത്ര പുഷ് ഫീൽ ചെയ്യുന്നില്ല. സെക്കൻഡ് വൺ, തേർഡ് ഫിഗറിൽ നമ്മൾ കുറച്ചുകൂടി ഡബിൾ ആയിട്ട് നല്ല രീതിയിൽ സ്ട്രോങ്ലി പുഷ് ചെയ്യുമ്പോഴായിരിക്കും ഈ ഒബ്ജക്റ്റ് ഇവിടുന്ന് മൂവ് ചെയ്യാം. അതിനു മുന്നേ വരെ ഇവിടെയാണെങ്കിൽ നമ്മൾ പുഷിങ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും ഫസ്റ്റ് കേസിൽ ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പൊ അത് ബാലൻസ്ഡ് ആയിട്ട് പോകും, ബാലൻസ്ഡ് ഫോഴ്സ് ആയിട്ട് പോകും. സെക്കൻഡിലും ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആസ് വെൽ ആസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും രണ്ടും ഒരേപോലെയാണ് കൂടുന്നത്. പക്ഷെ മൂന്നാമത്തെ കേസിലാണ് നമ്മുടെ പുഷിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഗ്രേറ്റർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തോട്ട് നമ്മുടെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാം ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ an object remains in a state of rest or of uniform motion in a straight line unless compelled to change that state by an applied force. അതായത് ഉദാഹരണത്തിന് നമുക്കിപ്പം ഇങ്ങനെ പറയാം, നമ്മൾ ഒരു കുട്ടി ഒന്നും പഠിക്കാണ്ടിരിക്കുകയാണ്, അങ്ങനെ ആ കുട്ടി ഒന്നും ചെയ്യാണ്ട് ഇരിക്കുകയാണ്, ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് വെറുതെ ഇരിക്കുകയാണെന്ന് വെച്ചോ. അങ്ങനെ ഇരിക്കുന്ന കുട്ടിക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടൊരു തല്ല്, ഒരു അടിയോ ഒരു വഴക്കോ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അവൻ എന്ത് പറ്റും? അവൻ മോശമില്ലാവും. പോട്ടെ, അവൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അല്ലാത്തടത്തോളം അവർ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ്, ഒരു അടിയോ വഴക്കോ കിട്ടാത്തടത്തോളം കാലം ചിലപ്പോൾ അവൻ എന്ത് ചെയ്യും? റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ അവൻ കളിച്ച അവൻ്റെ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് മോഷനിൽ ഏർപ്പെടുകയാണെങ്കിൽ അവൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും അല്ലെ. അപ്പൊ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യിക്കുക, അതാണ്. ആൻഡ് ഒബ്ജക്ട് വിൽ റിമെയിൻസ് ഹിയർ. ദ ഒബ്ജക്ട് ഇങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി. ആ ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ കുട്ടിയായിട്ട് ഇമാജിൻ ചെയ്യുക. കുട്ടി വിൽ റിമെയിൻസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് കമ്പൽഡ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ് ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്നത് വരെ ആ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? റെസ്റ്റിലോ അല്ലെങ്കിൽ അത് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു യൂണിഫോം മോഷനിലോ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. Is the tendency of an undisturbed objects to stay at rest or to keep moving with the same velocity is called inertia. Inertia എന്ന് പറഞ്ഞാലും ഈ സെയിം കാര്യമാണ്. അതായത് നിങ്ങൾ എപ്പോഴും ആലോചിക്കും ഇനർഷ്യ, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു മടിയനായ കുട്ടീനെ ഓർത്താൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതായത് ഇനർഷ്യ എന്നും നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ വിളിക്കും. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ടെൻഡൻസി ടു റിമെയിൻ അറ്റ് റെസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു അവരുണ്ടായിരുന്നിരുന്ന കണ്ടിന്യൂസ് മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇവർക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ലോ ഓഫ് മോഷനും പിന്നെ നമുക്ക് ലോ ഓഫ് ഇനർഷ്യ എന്ന് കൂടി വിളിക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലോ ഓഫ് മോഷന്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് നോക്കാം. അതായത് നമ്മളിപ്പോ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈവർ ബ്രേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളും മോഷനിലാണ് അല്ലെ, നമ്മുടെ ബോഡിയും അതിനനുസരിച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യാണ് ഡ്രൈവർ എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു പോകും അല്ലെ. അങ്ങനെ ആയാനുള്ള കാരണം എന്താണ്?
കാർ സ്റ്റോപ്പ് ചെയ്താൽ പോലും നമ്മുടെ ബോഡി ഓൾറെഡി മോഷനിലാണ് അല്ലെ, കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവര് നമ്മുടെ ബോഡി കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങും ആ മോഷൻ. ഈവൻ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ പോലും നമ്മൾ ഫ്രണ്ടിലോട്ടുള്ള മോഷൻ നമ്മുടെ കണ്ടിന്യൂ ചെയ്യും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഓക്കെ, എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. ഫ്രണ്ടിലോട്ടുള്ള യൂണിഫോം മോഷൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ടെൻഡൻസി വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഇനേർഷ്യ, സോറി, ആ ഒരു ഇനേർഷ്യ കാരണമാണ് അങ്ങനെ നമ്മൾ മുന്നോട്ടായുന്നത്. സെക്കൻഡ് ആയിട്ടൊരു എക്സാമ്പിൾ, അങ്ങനെ മുന്നോട്ടായുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ സീറ്റ് ബെൽറ്റ്സ് യൂസ് ചെയ്യില്ലേ, അത് അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സപ്പോസ് നമ്മളൊരു ബസ്സിൽ ഇങ്ങനെ നിൽക്കുവാണ്, പെട്ടെന്ന് നമ്മളിപ്പോ നിൽക്കുവാണെന്ന് പറയുമ്പോൾ നമ്മൾ റെസ്റ്റിലാണ്, ബസ് മൂവ് ചെയ്യുന്നില്ല. സഡൻലി ആ ഡ്രൈവർ ആ ബസ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് വി വിൽ ടെൻ ടു ഫോൾ ബാക്ക്വേർഡ്സ്, നമ്മൾ പുറകോട്ട് വീഴും അല്ലെ. അതെന്തുകൊണ്ടാ? നമ്മൾ റെസ്റ്റിലായിരുന്നു, അപ്പൊ നമ്മൾക്ക് മോഷൻ, ഫ്രണ്ടിലോട്ടുള്ള മോഷൻ അല്ല, നമുക്ക് റെസ്റ്റിൽ തന്നെ തുടരാനാണ് താല്പര്യം, അതുകൊണ്ട് നമ്മൾ ബാക്കിലോട്ട് ആയിപ്പോകും. അതുപോലെ തന്നെ അനദർ എക്സാമ്പിൾ ആണ്, വെൻ എ മോട്ടോർ കാർ മേക്സ് എ ഷാർപ്പ് ടേൺ അറ്റ് എ ഹൈ സ്പീഡ് വി ടെൻ ടു ഗെറ്റ് ത്രോൺ ടു വൺ സൈഡ് അല്ലെ. പെട്ടെന്ന് ഒരു ടേൺ എടുക്കുമ്പോഴത്തേക്കും ഡ്രൈവർ റൈറ്റ് ടേൺ എടുക്കാൻ നമ്മൾ ഇങ്ങനെ ആഞ്ഞു പോലെ സൈഡിലോട്ട്. അതും ക്യാൻ ഓൾസോ ബി എക്സ്പ്ലെയിൻ ബൈ ലോസ് ഓഫ് ഇനേർഷ്യ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്യുക, ഇതൊക്കെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനോട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ വരുന്നതാണെന്ന് കൂടിയുള്ള കാര്യം കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാം. ഓക്കെ, കാരണം എന്തായാലും ഫസ്റ്റ് ലോ ഓഫ് മോഷൻ കാര്യങ്ങൾ, ലോസ് ഓഫ് മോഷൻ എന്തായാലും എക്സാമ്പിൾസിന് ചോദിക്കും, വിത്ത് എക്സാമ്പിൾസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിനെ പ്രൂവ് ചെയ്യുന്ന വേറെ വേറെ എക്സാമ്പിൾസ് ആണ് ഇപ്പൊ ഈ പറയുന്നത്. കണ്ടോ, നമ്മളിപ്പം നിങ്ങൾ ക്യാരം ബോർഡ് കളിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്യാരം ബോർഡിൽ എങ്ങനെയാണ് നമ്മൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കോയിൻസ് ഒക്കെ ഇങ്ങനെ വേർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ കോയിൻ സ്ട്രൈക്കർ വെച്ചിട്ട് താഴത്തെ ഏറ്റവും താഴത്ത് വെച്ചിരിക്കുന്ന കോയിൻ മാത്രം സ്ട്രൈക്ക് ചെയ്താൽ എന്ത് പറ്റും? നമ്മൾ ഷാർപ്പായിട്ട് സ്ട്രൈക്ക് ചെയ്യുകയാണ് അല്ലെ, അറ്റ് ബോട്ടം. ആ ഒരു ബോട്ടത്തിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു കോയിൻ നമ്മളിങ്ങനെ ഹൊറിസോണ്ടലി ഇങ്ങനെ അടിക്കുകയാണ് അല്ലെ കോയിൻ. അപ്പൊ അത് തെറിച്ചു പോകുന്നതിന്റെ ഒപ്പം ഈ വേർട്ടിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ കോയിൻസ് എന്ത് പറ്റും? അവരും വീഴും അല്ലെ, അവര് വീഴും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമിലർ എക്സാമ്പിൾ ആണ് ഇവിടെ. ഇവിടെ നോക്കൂ, ഒരു ടംബ്ലർ, നമ്മൾ ടംബ്ലർ എടുത്തിട്ട് ഒരു കാർഡ്, ഒരു സ്റ്റിഫ് കാർഡ്, ഒരു കാർഡ് എടുത്ത് അതിന്റെ മുകളിൽ വെക്കുന്നു, ഈ കോയിനില് അതിന്റെ പുറത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വി ആർ ഗിവിങ്, ഇഫ് യു ഡു, നമ്മളൊരു ഈ ഒരു ഫ്ലിക്ക്, നമ്മൾ ഈ ഒരു കാർഡ് എടുത്തിട്ട് നമ്മളൊരു ഒന്നിങ്ങനെ കിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ കാർഡ് നേരെ ഫ്രണ്ടിലോട്ടും പോവും, ഈ കോയിൻ എന്ന് പറയുന്നത് വേർട്ടിക്കൽ മോഷനിൽ നേരെ താഴത്തോട്ടും വീഴും. ഓക്കെ, അത് നേരെ താഴത്തോട്ടാണ് ആ കോയിന്റെ മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇനേർഷ്യ ആൻഡ് മാസ്. ഇനേർഷ്യ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ ആൻ ഒബ്ജെക്ട് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഇഫ് ഇറ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഇറ്റ് ടെൻസ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ്. ഇഫ് ഇറ്റ് ഈസ് ഇൻ മോഷൻ ഇറ്റ് ടെൻസ് ടു ബി അറ്റ് മോഷൻ. ഓക്കെ, അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതിനെയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർലി. അപ്പൊ ഇനേർഷ്യ ഒബ്ജക്ട്സിന്റെ മാസ് കൂടുന്നതനുസരിച്ചിട്ട് ഒബ്ജക്ട്സിന്റെ ഇനേർഷ്യക്ക് എന്ത് മാറ്റാണ് വരുന്നത്? സെയിം ആണോ? അല്ല അല്ലേ. നമ്മള് സപ്പോസ് നമ്മളൊരു നമ്മളിങ്ങനെ നടന്നു പോവാണ്, ഫുട്ബോൾ കാണാണ്, നമ്മളൊന്ന് ചവിട്ടാൻ തന്നെ ഒരു ചവിട്ട് വെച്ചു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ബോള് പറന്നു പോകും അല്ലെ. പക്ഷെ നേരെ സമയത്ത് അതേ സമയത്ത് തന്നെ ഫുട്ബോളിന് പകരം ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉള്ളൊരു കല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫുട്ബോൾ തട്ടി അതേ ഒരു ലാഘവത്തോടു കൂടി നമ്മൾ ഫുട്ബോൾ തട്ടി കല്ലിൽ തട്ടി എന്ത് പറ്റും? നമ്മുടെ കാല് പോകും അല്ലെ. അതെന്തുകൊണ്ടാണ്? ഈ മാസ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് പറ്റും? ഇനേർഷ്യയിലും വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു 5 റുപ്പീസ് കോയിനും ഒരു 1 റുപ്പി കോയിൻ രണ്ടും ഇങ്ങനെ നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? 5 റുപ്പി കോയിനായിരിക്കും 1 റുപ്പി കോയിനായിരിക്കും വേഗം പോവാ? ഓഫ് കോഴ്സ് മാസ് കുറഞ്ഞതിനായിരിക്കും അല്ലെ പോകുന്നുണ്ടാവാം ബെറ്റർ ആയിട്ട്. അപ്പൊ ഹെവിയർ ഓർ മോർ മാസി ഒബ്ജക്ട്സ് ഓഫർ ലാർജ് ഇനേർഷ്യ. വെയിറ്റ് കൂടുന്നതനുസരിച്ചിട്ട് അവരുടെ ആ ഇനേർഷ്യ, അതായത് ആ ടെൻഡൻസി ടു
ടു റിമെയിൻ അറ്റ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ. എങ്ങനെയാണ് അവരുടെ അവസ്ഥ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് അല്ലെ ഇനേർഷ്യ. അപ്പൊ അത് മാസ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനേർഷ്യയും കൂടുതലായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് പോവാം അല്ലെ. അപ്പം ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കണം. ഓക്കെ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇതാണ് that the rate of change of momentum of an object is proportional to the applied unbalanced force in the direction of force. ഓ, കുറെ ടേംസ് വന്നല്ലേ. മൊമെന്റം എന്ന് പറഞ്ഞു, ബാലൻസ് ഫോഴ്സ്, അൺബാലൻസ് ഫോഴ്സ് നമ്മൾ അറിഞ്ഞു, എന്തൊക്കെയോ കാര്യങ്ങൾ കുറെ വന്നു ആ ഒരു ഡെഫിനിഷനിൽ. അതെന്തൊക്കെയാ നോക്കാം. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഒരു സ്റ്റേഡിയം, ഇവിടെ ഒരു ടെന്നീസ് ബോള്, ടേബിൾ ടെന്നീസ് മത്സരം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോള് ആ പ്ലേയേഴ്സ് തമ്മിൽ ഇങ്ങനെ ഹിറ്റ് ചെയ്ത് കളിക്കുമ്പോൾ ആ ബോൾ അവരുടെ മേത്ത് കൊണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ? വേദന ഒന്നുമില്ല അല്ലെ. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ ഒരു സ്റ്റേഡിയത്തിൽ നമ്മളൊരു പോയിരുന്ന ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ബോള്, ഒരു ബാറ്റ്മാൻ ബോൾ അടിച്ചിട്ട് ആ ബോൾ നേരെ വന്ന് നമ്മുടെ മേത്ത് മുട്ടിയാൽ എന്തായിരിക്കും? എന്തേലൊക്കെ പറ്റുമല്ലേ. അതെന്തുകൊണ്ടാ? പോട്ടെ, ഇപ്പൊ ഒരു ട്രക്ക് റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ട്രക്കിന് എന്തായാലും നല്ല വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ട്രക്ക് അവിടെ സൈഡിൽ കിടന്നോട്ടെ. അപ്പം അങ്ങനെ നിൽക്കുവാണ് ട്രക്ക്. എത്ര റോഡ് സൈഡിൽ അങ്ങനെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് നമ്മളെ ബാധിക്കില്ല അല്ലെ. പക്ഷെ നേരെ മറിച്ച് ആ ട്രക്ക് മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുവാണ്. ഈവൻ അറ്റ് എ സ്പീഡ്സ് ആസ് ലോ ആസ് 5 മീറ്റർ പെർ സെക്കൻഡ്. അത്ര സ്ലോയിലായാൽ പോലും നമ്മളെ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ചിലപ്പോൾ മരിച്ചു പോകും അല്ലെ. അങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്താണ് സ്മോൾ മാസ് such as a bullet may kill a person when fired from a gun. Okay, the impact produced by objects depends on their mass and velocity. ഒബ്ജക്റ്റില് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഒബ്ജക്റ്റിന്റെ എന്താണ് മാസും വെലോസിറ്റിക്കും അനുസരിച്ചിട്ടാണ് എന്ത് വരിക? മാസ് ആൻഡ് വെലോസിറ്റി. അതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ഒരു ഇമ്പാക്ട് വരുന്നത്. ഏത് ഫോഴ്സ് ആയാലും, വെറുതെ ട്രക്ക് അവിടെ കിടന്ന് നമ്മൾ പോയി എല്ലാം ഒന്ന് മുട്ടിക്കഴിഞ്ഞാലും സംഭവിക്കില്ല. പക്ഷെ ആ ട്രക്ക് ഒരു വെലോസിറ്റിയിൽ, ഒരു ചെറിയ വെലോസിറ്റി ആയാൽ പോലെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുട്ടിയാൽ ചിലപ്പോൾ നമ്മൾ തീരും. അതുപോലെ തന്നെയാണ് ബോള് ചുമ്മാ വന്ന് വീഴുമ്പോൾ നമുക്ക് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത്രയും ലോങ് ഡിസ്റ്റൻസിൽ ഇങ്ങനെ സ്റ്റേഡിയത്തിൽ നിന്ന് ഇങ്ങനെ പറന്നു വന്ന് നമ്മുടെ പേത്തോട്ട് വീഴുമ്പോൾ എന്ത് പറ്റും? നമുക്ക് നല്ലോണം വേദന എടുക്കും അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു മാസും വെലോസിറ്റിയുടെ അനുസരിച്ചിട്ടായിരിക്കും ഫോഴ്സിന്റെ ഇമ്പാക്ട് വരുന്നുണ്ടാവാം. അപ്പൊ മൊമെന്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു? മൊമെന്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഈ മാസും വെലോസിറ്റി. ഓക്കെ, മാസും വെലോസിറ്റിയും കൂടി പ്രൊഡക്റ്റിനെയാണ് നമ്മൾ മൊമെന്റം എന്ന് വിളിക്കുക. P = m × v. P എന്നാണ് കേട്ടോ നമ്മൾ മൊമെന്റം ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് മൊമെന്റം ഹാസ് ബോത്ത് ഡിറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഇറ്റ്സ് ഡയറക്ഷൻ ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി v. The SI unit of momentum is kilogram meter per second. Okay. മൊമെന്റത്തിന്റെ യൂണിറ്റ് മാസ് ഇൻറ്റു വെലോസിറ്റി ആണല്ലോ. മാസിന്റെ യൂണിറ്റ് SI യൂണിറ്റ് കിലോഗ്രാമും വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡും. അതുകൊണ്ടാണ് നമ്മളുടെ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്തായത്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ? അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് ആൻ ഒബ്ജക്ട്, അതായത് മാസിന്റെ വെലോസിറ്റി ആണ് മൊമെന്റം. അതിൽ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് അൺബാലൻസ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. നമ്മൾ എത്രയാണോ ആ അൺബാലൻസ് ഫോഴ്സ് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്, അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിന്റെ മൊമെന്റത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഓക്കെ, നമുക്ക് ഈ സെക്കൻഡ് ലോ ഓഫ് മോഷന് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് അറിയാം, നമ്മൾ കൺസിഡർ ചെയ്യുക ഒരു ഒബ്ജക്റ്റിന്റെ മാസ് m ആയിട്ട് എടുക്കുക. ഓക്കെ, അതിന്റെ ഇനീഷ്യലി അത് മൂവ് ചെയ്യണ വെലോസിറ്റി u ആയിരിക്കും. പിന്നെ അത് ആക്സിലറേറ്റ് ചെയ്ത് അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v ആണ് ഇൻ ടൈം t. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമുക്കറിയാം. ഒബ്ജക്റ്റ് എന്താണ്? ഒബ്ജക്റ്റ് ഓഫ് മാസ് m, ഇനീഷ്യലി ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v. ആ ഫൈനൽ വെലോസിറ്റിയിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ t ആണ് അല്ലെ. നമുക്ക് പറയാം ഇനീഷ്യൽ മൊമെന്റം. മൊമെന്റം ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. സോ P1, initial momentum P1 is equal to m into initial velocity u. And secondly, it is P2 is equal to
എം ഇൻറ്റു പി അല്ലെ. അപ്പൊ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം P2 മൈനസ് P1 ആണ് അല്ലെ. അപ്പൊ ഈ P2നെ നമുക്ക് മാറ്റി എഴുതാം, MV മൈനസ് MU എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് എന്താണ്, രണ്ടും എം കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കും, എം ഇൻറ്റു വി മൈനസ് യു. നമുക്ക് ഇത് ചേഞ്ച് ഇൻ മൊമെന്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടൈം എഴുതണം അല്ലെ. എം ഇൻറ്റു വി മൈനസ് യു ഹോൾ ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതണം. അപ്ലൈഡ് ഫോഴ്സ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു വി മൈനസ് യു ഹോൾ ഡിവൈഡഡ് ബൈ ടി എന്ന് നമ്മൾ എഴുതി. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുത്തിട്ട് ഇത് മാറ്റാം. ഓക്കെ, അതായത് എഫ് ഇസിക്കൽ കെ എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. പിന്നെ ബി മൈനസ് യു ഹോൾ ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞിട്ടുണ്ട് വെലോസിറ്റി ബൈ ടൈം ആണ് എന്ത്, ആക്സലറേഷൻ അല്ലെ. ഇത് വെലോസിറ്റി ചേഞ്ച് അല്ലേ, അത് ഡിവൈഡഡ് ബൈ ടി ആക്സലറേഷൻ. സോ കെ എം എ എന്ന് വരും ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ഇൻറ്റു എം ഇൻറ്റു എ, വെർ കെ ഇസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, എം ഇസ് ദ മാസ് ആൻഡ് എ ഇസ് ദി ആക്സലറേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം 1 unit of force is defined as the amount that produces an acceleration of 1 meter per second square in an object of 1 kilogram mass. അങ്ങനെ പറയാം. ഓക്കെ, അതായത് ഒരു യൂണിറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ, ഞാൻ ഒബ്ജക്ട് ഓഫ് 1 കിലോഗ്രാം മാസ്. സോ നമുക്ക് ഇതിന്റെ യൂണിറ്റ് എസ് ഐ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. ഇക്വേഷൻ എഫ് ഫിസിക്കൽ ടു എം, ഇതൊക്കെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എഫ് ഫിസിക്കൽ ടു എം എ, ക്ലിയർ, ഫിസിക്കൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. സോ നമ്മളിവിടെ നമുക്കൊരു ഇമേജ് കാണാം അല്ലെ. ഇവിടെ ഒരു ക്രിക്കറ്റർ, പുള്ളി എന്താ ചെയ്യുന്നത്, ഈ ബോൾ ക്യാച്ച് ചെയ്യാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ ഇവര് കൈ ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ കൊണ്ടുവരും അല്ലെ. അതെന്തിനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്? നേരെ ഇങ്ങനെ പിടിച്ചാൽ പോരെ, എന്തിനാ ഇവർ ഇത്ര കഷ്ടപ്പെട്ട് ഇങ്ങനെ താഴത്തോട്ട് കൈയാക്കിയിട്ട് പിടിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? യെസ്, നമ്മളിങ്ങനെ ഒരു ക്യാച്ച് നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ക്യാച്ച് ചെയ്യാം, അതിന് പകരം നമ്മളിങ്ങനെ താഴ്ത്തി കൊണ്ടുവരാണ്. അങ്ങനെ താഴ്ത്തി കൊണ്ടുവരുമ്പോൾ എന്താണ്, ടൈം കൂടും അല്ലെ, ടൈം കൂടും, അങ്ങനെ ടൈം കൂടും. അപ്പം ആ ആക്സലറേഷൻ കുറച്ച് കൊണ്ടുവന്നിട്ട് വെലോസിറ്റി എല്ലാം അങ്ങനെ ഡിക്രീസ് ചെയ്ത് സ്പീഡ് അങ്ങോട്ട് കുറയുകയാണ്. ഫൈനലി ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ നമുക്ക് അത്ര പെയിൻഫുൾ ആയിട്ട് തോന്നില്ല, ആ ഇമ്പാക്ട് നമുക്ക് കുറക്കാൻ കഴിയും. റൈറ്റ്, സോ ഹിയർ ഇറ്റ് ഈസ് റിട്ടൺ. ഓക്കെ, the acceleration of the ball is decreased and therefore the impact of catching the fast moving ball is also reduced. ഇനിയിപ്പോ നേരെ മറിച്ച് if the ball is suddenly stopped, then its high velocity decreases to zero in a very short interval of time, thus the rate of change of momentum of the ball will be large. Okay, നമുക്ക് അറിയാം, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, വളരെ അധികമായിരിക്കും. നമുക്കറിയാം ആ മൊമെന്റം അത് ഫോഴ്സിന് പ്രൊപ്പോർഷൻ അല്ലെ, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ നമ്മൾ അത് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും, കൈ ഇങ്ങനെ താഴ്ത്തി പൈകി ഇടും. ഇത് ഒരു എക്സാമ്പിൾ ആണ്. എന്ത്, സെക്കൻഡ് ലോ ഓഫ് മോഷന് നമുക്ക് ആപ്ലിക്കേഷൻ പോലെ നമുക്ക് പറയാം ഈ ഒരു എക്സാമ്പിൾ. ഓക്കെ, സോ നെക്സ്റ്റ് ഫസ്റ്റ് ലോ ഓഫ് മോഷന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, എങ്ങനെ എഴുതാം? മാത്തമാറ്റിക്സ് stated from the mathematical expression for the second law of equation. ഓക്കെ, നമുക്കറിയാം എഫ് ഇസിക്കൽ ടു എം എ ആണെന്നറിയാം അല്ലെ. എഫ് ഇസിക്കൽ ടു എം ഇൻറ്റു എ മീൻസ് ആക്സലറേഷൻ വിച്ച് ക്യാൻ ബി റിട്ടേൺ ആസ് വി മൈനസ് യു ഹോൾ ഡിവൈഡഡ് ബൈ ടി എന്ന് നമുക്ക് എഴുതാം. ഇനി ഇവിടെ ടി ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുവാണെങ്കിൽ എഫ് ടി ഇസിക്വൽ ടു എം ബി മൈനസ് എം യു എന്ന് എഴുതാം. ഇവിടെ എം കോമൺ ആയിട്ട് പുറത്തെടുക്കാം, എം ഇൻറ്റു ബി മൈനസ് യു ഇസിക്വൽ ടു 0 എന്ന് എഴുതാം. സോ ബി മൈനസ് യു ഇസിക്വൽ ടു 0 വിച്ച് മീൻസ് ബി ഇസിക്വൽ ടു യു എന്ന് നമുക്ക് എഴുതാം. എപ്പോഴാണ് ബി ഇസിക്വൽ ടു യു ഒക്കെ ആവുന്നത്? ഈ എഫിന്റെ വാല്യൂ 0 ആവുകയാണെങ്കിലാണ് എഫ് ഇൻറ്റു ടി 0 ആവുക അല്ലെ. ഈ സൈഡ് 0 ആവണത് എഫിന്റെ വാല്യൂ 0 ആവുമ്പോഴാണ്. എഫിന്റെ വാല്യൂ 0 എന്ന് വെച്ചാൽ നമ്മൾ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഒബ്ജക്റ്റ് എങ്ങനെയാണോ പോകുന്നത് അതിൽ അത് കണ്ടിന്യൂ ചെയ്യും. സപ്പോസ് ഇനീഷ്യൽ വെലോസിറ്റി എത്ര, എഫ് ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മുടെ കണ്ടീഷൻ വി ഇസിക്വൽ ടു യു എന്ന് പറഞ്ഞ് സംഭവിക്കും.
വി യു ഇസിക്കൽ ടു യു എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി. അതായത് ഇനീഷ്യലി വെലോസിറ്റി ഇപ്പം ആ ഒബ്ജക്റ്റിന്റെ റെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. വേറെ ഫോഴ്സ് F ഇസിക്കൽ ടു 0 ആണ്. അതായത് ഫോഴ്സ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണോ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും. ഇനിയിപ്പം നമ്മൾ മോഷനിലാണെങ്കിൽ ഇനീഷ്യലി എത്ര മോഷനിലാണോ പോകുന്നത്, ഏത് റേറ്റിലാണോ പോണത്, അതേ സ്പീഡിൽ തന്നെ ആയിരിക്കും ഫൈനൽ വെലോസിറ്റി കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് സെക്കൻഡ് ലോ കിട്ടിയല്ലേ, സോറി ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമുക്ക് കിട്ടി. മാത്തമാറ്റിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം. കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ട്, ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് നമുക്ക് തേർഡ് ലോ ഓഫ് മോഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, the third law of motion states that when one object exerts a force on another object, the second object instantaneously exerts a force back on the first. Okay, അതായത് എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളതാണ്. ഒരു ഒബ്ജക്റ്റിൽ നമ്മളൊരു ആക്ഷൻ കൊടുക്കുവാണെങ്കിൽ തിരിച്ചു നമുക്ക് ഒരടി നമ്മൾ കൊടുത്താൽ ചിലപ്പോൾ രണ്ടടി തിരിച്ചു കിട്ടും. നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ഒന്ന് കിട്ടിയാൽ തിരിച്ച് നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുക. പക്ഷെ എന്താണ്, ദീസ് ടു ഫോഴ്സസ് ആർ ഓൾവേസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡിറക്ഷൻ. ഓക്കെ, ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാം. ഓക്കെ, നമ്മളിപ്പോ ഓരോന്ന് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് ആ ഒരു ലോയിലേക്ക് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറക്കൂല. ഓക്കെ, അതായത് ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമുക്ക് പറയാം. ഇപ്പം റീകോയിൽ ഓഫ് ഗൺ, ഈ ഒരു കേസ്. അതായത് എന്താണ്, നമ്മളൊരു ഗൺ ഫയർ ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് എന്താണ് ഈ പോർഷൻ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ടല്ലേ നമ്മൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, വിത്ത് അക്സലറേറ്റിംഗ് ഫോഴ്സ് ഓൺ ദ ബുള്ളറ്റ് എന്ത് സംഭവിക്കും, ഫ്രണ്ടിലോട്ട്. ബുള്ളറ്റ് എങ്ങടെ പോവാ, ഫ്രണ്ടിലോട്ടാണ് അല്ലെ. ബുള്ളറ്റ് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ എന്തോ സംഭവിക്കും, ബുള്ളറ്റ് എക്സേർട്സ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഓൺ ദ ഗൺ. ഗണ്ണിലേക്ക് ഒരു ഈക്വൽ ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ആക്ഷൻ ഉണ്ടെങ്കിൽ തിരിച്ചൊരു റിയാക്ഷൻ ഉണ്ടല്ലേ ഗണ്ണിലേക്ക്, അങ്ങനെ സംഭവിക്കും. സോ വാട്ട് ഹാപ്പൻസ്, ദിസ് റിസൾട്ട്സ് ഇൻ ദ റീകോയിൽ ഓഫ് ദ ഗൺ. ഓക്കെ, ഇങ്ങോട്ട് ഒരു ഇത് വരുമ്പോ, ഫ്രണ്ടിലോട്ട് ഒരു ഇത് വരുമ്പോ ഗണ്ണ് ബാക്കിലോട്ട് റീകോയിൽ ആകുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് എന്ത് പറയാം, തേർഡ് ലോ ഓഫ് മോഷന്റെ എക്സാമ്പിൾ ആണ്. സിൻസ് ദ ഗൺ ഏതിനായിരിക്കും, സിൻസ് ദ ഗൺ ഹാസ് എ മച്ച് ഗ്രേറ്റർ മാസ് ദാൻ ദ ബുള്ളറ്റ്, ദ ആക്സലറേഷൻ ഓഫ് ദ ഗൺ ഇസ് മച്ച് ലെസ് ദാൻ ദി ആക്സലറേഷൻ ഓഫ് ദ ബുള്ളറ്റ്. ഓക്കെ, ഇവിടെ ആർക്കാണ് മാസ് കൂടുതൽ, ഗണ്ണിനാണോ ബുള്ളറ്റിനാണോ? ഓഫ് കോഴ്സ് ഗണ്ണിനാണ് മാസ് കൂടുതൽ. അപ്പൊ എന്ത് സംഭവിക്കും, ആക്സലറേഷൻ ഓഫ് ദ ഗൺ എന്ന് പറയുന്നത് അപ്പൊ എന്ത് പറ്റും, ലെസ്സർ ആണ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ ബുള്ളറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മള് വെയിറ്റ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ മാസ് കൂടുന്നതനുസരിച്ചിട്ട് എന്താണ് ഇവരുടെ ആക്സലറേഷനിലും വ്യത്യാസം വരും അല്ലെ. അതന്നെ. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് ലോ ഓഫ് മോഷന്റെ ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു ബോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾ പെട്ടെന്ന് ബോട്ടിലോട്ട് ഇങ്ങനെ കാലെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഫ്രണ്ടിലോട്ട് നമ്മൾ പൊക്കുകയാണെങ്കിൽ ബോട്ട് എന്ത് സംഭവിക്കും, ബോട്ട് നീങ്ങി പോവും അല്ലെ. അല്ലെങ്കിൽ നേരെ ഒരാൾ ബോട്ട്. തേർഡ് ലോ ഓഫ് മോഷന്റെ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സെയിലർ, അയാള് ബോട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഓക്കെ, അയാള് ഫ്രണ്ടിലോട്ട് കാല് വെക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും, ബോട്ട് ബാക്കിലോട്ട് പോകും. ഇതൊക്കെ എന്താണ്, എവരി ആക്ഷൻ ആസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നതിനുള്ള എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ഉണ്ടോ, ഇവിടെ കണ്ടോ, ഇയാള് ഫ്രണ്ടിലോട്ട് കാല് വെക്കുമ്പോഴത്തേനും ബോട്ട് നേരെ ബാക്കിലോട്ട് പോകും. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് കൺസർവേഷൻ ഓഫ് മൊമെന്റം കൂടി പറഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ടു ഒബ്ജക്ട്സ് ഉണ്ട്. അതിന്റെ മാസ് എന്ന് പറയുന്നത് MA-യും MB-യും ആണ്. ഇവിടെ കണ്ടോ, MA ആൻഡ് MB എന്ന് പറഞ്ഞ രണ്ട് മാസസ് ഉണ്ട്. രണ്ട് ഒബ്ജക്ട്സിന്റെ രണ്ട് മാസസ് ആണ്. ഇവര് ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ പോവാണ് കണ്ടോ, ഈ ഒരു ഡയറക്ഷനിൽ ഇവര് പോവാണ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ അറ്റ് ഡിഫറെന്റ് വെലോസിറ്റീസ്. ഇവരുടെ വെലോസിറ്റീസ് എങ്ങനെയാണ്, UA-യും UB-യും ആണ് കേട്ടോ. നമ്മൾക്ക് കൺസിഡർ ചെയ്യാം, ഈ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് A എന്ന് പറയുന്നതാണ് കൂടുതൽ. UA വിൽ ബി ഗ്രേറ്റർ ദാൻ UB എന്നുള്ള കണ്ടീഷനിൽ എന്ത് പറ്റും, കൊളീഷൻ നടന്നു കഴിഞ്ഞാൽ ഇവർ കൂട്ടിമുട്ടും. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇവർ രണ്ടാളും കൂട്ടിമുട്ടുവാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ബോൾ A എന്ന് പറയുന്നത്, ഈ ബോൾ
ദിസ് എ വിൽ എക്സേർട്ട് എ ഫോഴ്സ് എ ബി. എ ബി എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ബിയിൽ എക്സേർട്ട് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ബോൾ ഈ ബി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് തിരിച്ച് എയിലൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും, വിച്ച് വിൽ ബി എഫ് ബി എ. ഓക്കെ. അങ്ങനെ അവർ രണ്ടാളും ഹിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹിറ്റ് ചെയ്ത് കഴിയുമ്പം ഇവരുടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താവും? ഹിറ്റിങ്ങിന് ശേഷം അവരുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ആവും അല്ലെ? ബി എ, ബി എയും വി ബിയും ആയിട്ട് മാറും. ഓക്കെ. സോ റേറ്റ് ഓഫ് ചേഞ്ച്, ഇവിടുത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡ്യൂറിംഗ് ദ കൊളീഷന്റെ സമയത്ത്, കൊളീഷൻ സമയത്ത് എന്ത് പറ്റും? നമുക്കറിയാം ഫിസിക്കൽ ടു എം എ, അതായത് എം ഇൻറ്റു എ. മാസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ മാസ് എം എ ആണ്. ഓക്കെ. രണ്ടാമത്തെ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് വെലോസിറ്റി വരുന്നുണ്ട് അല്ലെ? ഫൈനൽ വെലോസിറ്റി ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പം വി എ മൈനസ് യു എ ഹോൾ ഡിവൈഡഡ് ബൈ ടി. ഇതാണ് ആദ്യത്തേത്. സെക്കൻഡ് ഒബ്ജക്റ്റ് ബി. ബിന്റെ നമ്മൾക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് പറയുമ്പോൾ എം ബി ഇൻറ്റു ബി ബി മൈനസ് യു ബി ഹോൾ ഡിവൈഡഡ് ബൈ ടി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. റൈറ്റ്. സോ ഇനി നമുക്കറിയാം ഈ രണ്ട് ഒബ്ജക്ട്സിലാണ് അല്ലേ കൊളിഷൻ സംഭവിച്ച രണ്ട് ഒബ്ജക്ട്സിലാണ്. ഇറ്റ് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഇവര് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ ഫോഴ്സ് ആക്ട് ചെയ്യും. ഒരു ബോഡിയിൽ നിന്ന് എഫ് എ ബി ഇങ്ങോട്ടും എഫ് ബി എ എന്ന് പറയുന്നത് സെക്കൻഡ് ബോളിൽ നിന്ന് ഫസ്റ്റിലോട്ടും ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ബി എ എന്ന് എഴുതാം. നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഫുൾ ചെയ്ത് കഴിയുമ്പോൾ എം എ യു എ പ്ലസ് എം ബി യു ബി ഇസ് ഈക്വൽ ടു എം എ വി എ പ്ലസ് എം ബി വി പി എന്നുള്ളത് എഴുതാൻ പറ്റും. സോ ഹിയർ ദിസ് വൺ എം എ യു എ പ്ലസ് എം ബി യു ബി. ഓക്കെ. ഇതെന്ന് പറയുന്നതാണ് ടോട്ടൽ മൊമെന്റം ഓഫ് ദ ടു ബോൾസ് എ ആൻഡ് ബി ബിഫോർ കൊളിഷൻ. ബിഫോർ കൊളിഷനിലെ മൊമെന്റം ആണ് ഇത്. സെക്കൻഡ് കൊളീഷന് ശേഷമുള്ളതാണ് അല്ലെ ഫൈനൽ വരുന്ന മൊമെന്റം ആണ് ഇത്. ഇത് രണ്ടും ഈക്വൽ ആണ് അല്ലെ? അപ്പൊ നമുക്ക് പറയാം ഐഡിയൽ കൊളീഷൻ എക്സ്പെരിമെന്റ് വെച്ചിട്ട് നമുക്ക് പറയാവുന്നത് എന്താണ്? The sum of moment of two objects before collision is equal to the sum of moment after collision, provided there is no external unbalanced force acting on them. This is known as the law of conservation of momentum. അതായത് ഒരു കൊളിഷൻ നടക്കുന്നതിന് മുമ്പും അതിന് ശേഷവും അവരുടെ മൊമെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കാത്തടത്തോളം. ഓക്കെ. വിൽ ബി ഈക്വൽ. So total momentum of the two objects is unchanged or conserved by the collision. Clear? സോ നമ്മുടെ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. നമ്മള് തിയറി പാർട്ടാണ് പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് യു ക്യാൻ കമന്റ്. ഓക്കെ. കമന്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ വന്ന് പറയാം. ഓക്കെ. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ക്ലാസ്സിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. എന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. ഇതിന്റെ മോർ വീഡിയോസ്, ഇതിന്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇതിപ്പോ നിങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് ഞാനൊന്ന് സ്പീഡിൽ എടുത്തതാണ് കേട്ടോ. സോ താങ്ക് യു എവരിബഡി.